ലൈനായ പ്രദീപ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രദീപ് സാർ, വെൽക്കം. നമസ്കാരം, ഞാൻ പ്രതീഷ്, തൃശ്ശൂരിൽ നിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ട്രസ്റ്റ് മണിയുടെ ബിസിനസ് അവയർനെസ് കം ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക്. ഈ ട്രസ്റ്റ് മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു കമ്പനിയല്ല, ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. മീൻസ് ഈ ട്രസ്റ്റ് മണി ഇഥോറിയം ബ്ലോക്ക് ചെയിനിൽ നിർമ്മിതമായ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. അത് ഇഥോറിയം ബ്ലോക്ക് ചെയിനിൽ വെരിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രീ പ്രോഗ്രാംഡ് പാക്കേജ് ആണ്. ഈ പാക്കേജ് 24 മണിക്കൂറും 7 ദിവസവും ഇഥോറിയം ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നു. തന്നെയുമല്ല, ഇതിന്റെ ഒരു സവിശേഷത, ഇതിൽ അഡ്മിൻ എന്ന് പറയുന്ന ഒരു റോൾ, അതായത് തേർഡ് പാർട്ടിയുടെ ഒരു റോളിന്റെ ആവശ്യമില്ല. ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് സ്കാം ഇമ്പോസിബിൾ, നമ്മൾ ചതിക്കപ്പെടുകയില്ല. മറ്റൊരു സവിശേഷത, ഹാക്ക് ചെയ്യപ്പെടുകയില്ല. കാരണം ഇത് ഇഥോറിയം ബ്ലോക്ക് ചെയിൻ ഉള്ളിലാണ് ഇത് റൺ ആകുന്നത്. തന്നെയുമല്ല, ഈ സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ ലൈസൻസ് നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരം കൈവരുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സമ്പാദിക്കുന്നത് ഇഥോറിയം ക്രിപ്റ്റോ അസറ്റ് ആണ്. ഇഥോറിയം ക്രിപ്റ്റോ അസറ്റ് ക്രിപ്റ്റോ കറൻസികളുടെ ലോകത്തിൽ 2ാം സ്ഥാനക്കാരനാണ്. ഡേ ബൈ ഡേ ഈ അസറ്റിന്റെ വാല്യൂ നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു ക്രിപ്റ്റോ അസറ്റ് ആണ്. ആയിരക്കണക്കിന് എക്സ്ചേഞ്ചുകളിൽ ഇത് ട്രേഡിംഗ് ചെയ്യപ്പെടുന്നു. ആയിരക്കണക്കിന് മർച്ചന്റ്സ് ഈ ക്രിപ്റ്റോ അസറ്റ് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനായി സ്വീകരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇത് ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ക്രിപ്റ്റോ അസറ്റ്, ഇഥോറിയം ക്രിപ്റ്റോ അസറ്റ് ആണ് നമുക്ക് ഇവിടെ സമ്പാദിക്കുവാൻ കഴിയുന്നത് ഈ പ്ലാറ്റ്ഫോമിലൂടെ. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 6 തരത്തിലുള്ള വ്യത്യസ്തമായ ഇൻകം സോഴ്സുകളുണ്ട്. ആ ഇൻകം സോഴ്സുകൾ നമുക്ക് നോക്കാം. ആദ്യം ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഇതിന്റെ ലൈസൻസ് വാങ്ങുന്നു 0.14 ഇഥോറിയം പേ ചെയ്തുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന 6 തരം ഇൻകങ്ങളുണ്ട്. 6 തരം സോഴ്സ് ഉണ്ട്, ഇൻകം സോഴ്സ്. 1 റഫറൽ ഇൻകം, 2 ഓട്ടോ പൂൾ ഇൻകം, അതൊരു പാസീവ് ഇൻകം ആണ്. ലീഡർഷിപ്പ് ബോണസ് 3ാമത്തെ ഇൻകം. 4ാമത്തെ ലെവൽ ഇൻകം. 5ാമത്തെ ഇൻകം ലെവൽ കോൺട്രിബ്യൂഷൻ ഇൻകം. 6ാമത്തെ ഫാസ്റ്റ് ട്രാക്ക് ഇൻകം കമ്മിങ് സൂൺ. അങ്ങനെ ഈ ട്രസ്റ്റ് മണി ഇന്ന് ലോകത്ത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഇൻകം ഓപ്പർച്യൂണിറ്റി തരുന്ന ഇന്ന് നിലവിലുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ trust.money. നമുക്ക് നോക്കാം റഫറൽ ഇൻകം. അതായത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു 0.14 ഇഥോറിയം പേ ചെയ്തുകൊണ്ട്. അതിനുശേഷം താങ്കൾ ഈ ബിസിനസ്സിലേക്ക് ഒരു ബിസിനസ് പാർട്ട്ണറെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ താങ്കൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നു റഫറൽ ഇൻകമായി 0.12 ഇഥോറിയം. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ബിസിനസിന്റെ 85.71% നമുക്ക് തിരികെ ലഭിക്കുന്നു ഒരു ബിസിനസ്സിലൂടെ. ഇവിടെ INR ഞാൻ മെൻഷൻ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിന് INR-മായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഇഥോറിയത്തിന് എത്ര കണ്ട് INR, ഇന്ത്യൻ റുപ്പിയിൽ വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ INR മെൻഷൻ ചെയ്യുന്നത്. അതും ഒരു ഇഥോറിയത്തിന്റെ വാല്യൂ 28,000 എന്ന കണക്കിലാണ് ഞാനിവിടെ എസ്റ്റിമേറ്റഡ് വാല്യൂ കാണിക്കുന്നത്. താങ്കൾക്ക് വേണമെങ്കിൽ എത്ര പേര് വേണമെങ്കിലും റെഫർ ചെയ്യാം. പെർ ഹെഡ് താങ്കൾക്ക് ലഭിക്കുന്നു 0.2 ഇഥോറിയം, means about 3,360 rupees from each direct referrals. Then next income, auto pool income. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഈ സിസ്റ്റം നമുക്ക് ഒരു റാങ്ക്, ഒരു സ്റ്റാറ്റസ് അലോട്ട് ചെയ്യുന്നു. സ്റ്റാറ്റസ് 1. മൊത്തം ഇതിൽ 7 തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ്, 1 മുതൽ 7 വരെയുള്ള സ്റ്റാറ്റസുകൾ. അങ്ങനെ നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നു. സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യുക. എന്താണ് നമ്മുടെ ബെനിഫിറ്റ്? എന്താണ് സ്റ്റാറ്റസ്? എന്താണ് നമ്മുടെ ബെനിഫിറ്റ്? അതായത് സ്റ്റാറ്റസ് ഒരു പദവിയാണ്. ആ സ്റ്റാറ്റസ് നമ്മൾ കൂട്ടുമ്പോൾ, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ
നമുക്ക് ലഭിക്കുന്ന ഇൻകത്തിൽ വർധനവുണ്ടാകുന്നു, നമ്മുടെ സമ്പാദ്യത്തിൽ വർധനവുണ്ടാകുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ എപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാം? എങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാം? താങ്കൾ ഈ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം താങ്കളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റഫറൽ ഇൻകം. നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാം. ഇനി നമ്മൾ റഫർ ചെയ്യാതെയും താങ്കൾക്ക് താങ്കളുടെ ഓൺ പോക്കറ്റിൽ നിന്നും സ്റ്റാറ്റസിന്റെ എമൗണ്ട് പേ ചെയ്തുകൊണ്ടും താങ്കൾക്ക് താങ്കളുടെ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് ആരെയും റഫർ ചെയ്തില്ല എന്നിരുന്നാലും താങ്കൾക്ക് താങ്കളുടെ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, അതായത് 2 എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആദ്യം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എലിജിബിൾ ആകുന്നു ഓട്ടോ പൂൾ ഇൻകം ലഭിക്കുന്നതിന് വേണ്ടി. എന്താണ് ഓട്ടോ പൂൾ ഇൻകം? ഓരോ സ്റ്റാറ്റസ് അപ്ഗ്രേഡേഷനും നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ താങ്കൾ സ്റ്റാറ്റസ് 2 അപ്ഗ്രേഡ് ചെയ്യുന്നു, അതിനുശേഷം മറ്റുള്ള വ്യക്തികൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഓരോ സ്റ്റാറ്റസ് അപ്ഗ്രേഡേഷനിൽ നിന്നും ഈ പ്ലാറ്റ്ഫോം ഒരു ഷെയർ ഡിസ്ട്രിബ്യൂഷൻ മാറ്റിവെക്കുന്നു. അങ്ങനെ താങ്കൾക്ക് പല തവണകളായിക്കൊണ്ട് ആ ഇൻകം താങ്കളിൽ എത്തിച്ചേരുന്നു. ഫോർ എക്സാമ്പിൾ, താങ്കൾ സ്റ്റാറ്റസ് 2 അപ്ഗ്രേഡ് ചെയ്യുന്നു 0.22 ഇഥോറിയം വെച്ചുകൊണ്ട്. അപ്പോൾ ഓട്ടോ പൂൾ ഇൻകം മെറിറ്റ് അടിസ്ഥാനത്തിൽ താങ്കളിൽ തിരികെ എത്തുന്നു 0.6 ഇഥോറിയം ആയിക്കൊണ്ട്. ഇത് ഈ ഇൻകം ലഭിക്കുന്നതിന് നമ്മൾ ആരെയും റഫർ ചെയ്തില്ല എന്നിരുന്നാലും ഈ ഇൻകം താങ്കളിൽ വന്നിരിക്കും. ഇതൊരു പാസീവ് ഇൻകം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതായത് നമുക്ക് കിട്ടുന്ന ആ 0.6 എന്ന് പറയുന്ന ഇഥോറിയത്തിന്റെ വാല്യൂ 16,800 rupees. ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റസ്, നമ്മൾ സ്റ്റാറ്റസ് 3 അപ്ഗ്രേഡ് ചെയ്യുന്നു, 0.42 നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നു ഓട്ടോ പൂളിലൂടെ 1.2 ഇഥോറിയം, about 33,000 rupees. Then next സ്റ്റാറ്റസ് 4 1.8 ഇഥോറിയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോൾ ഓട്ടോ പൂളിലൂടെ നമുക്ക് തിരികെ ലഭിക്കുന്നു 4.8 ഇഥോറിയം, above 1 lakh rupees. Then next സ്റ്റാറ്റസ് 5 6.2 ഇഥോറിയം നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നു 24 ഇഥോറിയം, above 6,70,000 rupees. Then സ്റ്റാറ്റസ് 6 10.25 ഇഥോറിയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോൾ ഓട്ടോ പൂളിലൂടെ നമുക്ക് തിരികെ വരുന്നു 48 ഇഥോറിയം, about 13 lakh rupees. Then സ്റ്റാറ്റസ് 7 20.5 ഇഥോറിയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നു 120 ഇഥോറിയം, about 33 lakhs rupees. ഇതാണ് ഓട്ടോ പൂളിന്റെ. ഇതൊരു പാസീവ് ഇൻകം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം നമുക്ക് അതിനു മുന്നേ നോക്കാം. ടോട്ടൽ ഓട്ടോ പൂളിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം. ഫോർ എക്സാമ്പിൾ, സ്റ്റാറ്റസ് 2 0.6, സ്റ്റാറ്റസ് 3 1.2, സ്റ്റാറ്റസ് 4 4.8, സ്റ്റാറ്റസ് 5 24, സ്റ്റാറ്റസ് 6 48, ഫ്രം സ്റ്റാറ്റസ് 7 120 ഇഥോറിയം. ടോട്ടൽ നമുക്ക് ലഭിക്കുന്നു ഇഥോറിയം 198.60. അതായത് INR വാല്യൂ നമ്മൾ കണക്കാക്കിയാൽ 1/2 കോടിയിലധികം നമുക്ക് ഓട്ടോ പൂളിലൂടെ നമ്മളിൽ എത്തുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം അതിലേക്ക് കിടക്കാം. ലീഡർഷിപ്പ് ബോണസ് സ്പോൺസേഴ്സ്. ലീഡർഷിപ്പ് ബോണസ് ഫോർ സ്പോൺസേഴ്സ്, അതായത് താങ്കൾ ഡയറക്റ്റ് റഫർ ചെയ്ത ബിസിനസ് പാർട്ട്നേഴ്സ് താങ്കൾ ചെയ്ത മാതിരി സ്റ്റാറ്റസ് അവരും അപ്ഗ്രേഡ് ചെയ്യും, അവരും ഓട്ടോ പൂളിലേക്ക് പോകുന്നു ഓട്ടോ പൂൾ ഇൻകത്തിന് വേണ്ടി. അങ്ങനെ പോകുമ്പോൾ താങ്കൾക്ക് ലഭിക്കുന്ന ഒരു ഇൻകമാണ് ലീഡർഷിപ്പ് ബോണസ്. അതായത് താങ്കൾ കൊണ്ടുവന്ന ഒരു വ്യക്തി ഓക്കെ, ആ വ്യക്തി സ്റ്റാറ്റസ് 2 അപ്ഗ്രേഡ് ചെയ്ത് ഓട്ടോ പൂളിലേക്ക് പോകുന്ന ആ നിമിഷം താങ്കൾക്ക് ലഭിക്കുന്നു അദ്ദേഹത്തിൽ നിന്നും 0.05, അതായത് above 1,000 rupees. ദെൻ അദ്ദേഹം സ്റ്റാറ്റസ് 3 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓട്ടോ പൂളിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് ലഭിക്കുന്നു അദ്ദേഹത്തിൽ നിന്നും 0.1 ഇഥോറിയം, about 2,000 rupees. ദെൻ നെക്സ്റ്റ് അദ്ദേഹം സ്റ്റാറ്റസ് 4 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓട്ടോ പൂളിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് ലഭിക്കുന്നു ഓട്ടോ പൂൾ ഇൻകം 0.4 ഇഥോറിയം, above 11,000 rupees. ദെൻ അദ്ദേഹം സ്റ്റാറ്റസ് 5 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓട്ടോ പൂളിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് ലഭിക്കുന്നു 1 ഇഥോറിയം 28,000 rupees.
അദ്ദേഹം സ്റ്റാറ്റസ് 6 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓട്ടോപോളിലേക്ക് പോകുന്ന ആ നിമിഷം താങ്കൾക്ക് വീണ്ടും ലഭിക്കുന്നു അഗെയിൻ 1 ഇഥോറിയം ഈക്വൽ ടു 28,000 rupees. ദെൻ ലാസ്റ്റ് സ്റ്റാറ്റസ് അദ്ദേഹം സ്റ്റാറ്റസ് 7 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓട്ടോപോളിലേക്ക് പോകുന്ന ആ നിമിഷം താങ്കൾക്ക് നൽകുന്നു അദ്ദേഹം 2 ഇഥോറിയം above 56,000 rupees. നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. ഒരു റഫറൽ, ഒരു ഡയറക്റ്റ് റഫറൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലീഡർഷിപ്പ് ബോണസ്. സ്റ്റാറ്റസ് 2 0.05, സ്റ്റാറ്റസ് 3 0.1, സ്റ്റാറ്റസ് 4 0.4, സ്റ്റാറ്റസ് 5 1, സ്റ്റാറ്റസ് 6 again 1 ഇഥോറിയം, സ്റ്റാറ്റസ് 7 2 ഇഥോറിയം. ടോട്ടൽ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ലീഡർഷിപ്പ് ബോണസ് 12,74,000 മീൻസ് ഇത് ഒരു വ്യക്തിയിൽ നിന്നാണ്. താങ്കൾ 2 പാർട്ട്ണറെ ഡയറക്റ്റ് റെഫർ ചെയ്ത ഒരാളാണെങ്കിൽ ഇത് 2 ഇരട്ടിയാകുന്നു. 5 പേരാണെങ്കിൽ ഇത് 5 ഇരട്ടിയാകുന്നു. 10 പേരാണെങ്കിൽ ഇത് 10 ഇരട്ടിയാകുന്നു. ലീഡർഷിപ്പ് ബോണസ് ഫോർ സ്പോൺസേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ ഡയറക്റ്റ് റെഫറൽസ്. ദെൻ നെക്സ്റ്റ് ലെവൽ ഇൻകം. അതായത് നമ്മൾ ഇവിടെ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു സ്ട്രക്ചർ കണ്ടാൽ ബൈനറി ആണെന്ന് തോന്നും, ലെവൽ ഇൻകം ആണെന്ന് തോന്നും. ഇത് രണ്ടുമല്ല. അങ്ങനെയുള്ള ഈ സ്ട്രക്ചറിന്റെ പ്രത്യേകത ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് ലെവൽ എന്ന് വിളിക്കാം, 2 പാർട്ട്നേഴ്സ്, ദെൻ 4, 8, 16 മൊത്തം 30 പാർട്ട്നേഴ്സ് ആണ് ഈ സ്ട്രക്ചറിലുള്ളത്. ഈ സ്ട്രക്ചറിന്റെ പ്രത്യേകത താങ്കൾ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്ത പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം, അവർ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം, താങ്കളുടെ അപ്ലൈൻ അഥവാ സ്പോൺസർ റെഫർ ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. മിക്സഡ് സ്ട്രക്ചർ ആണ്. അങ്ങനെയുള്ള ഈ സ്ട്രക്ചറിലുള്ള വ്യക്തികൾ സ്റ്റാറ്റസ് 2 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്നു 0.0125 ഇഥോറിയം. മീൻസ് മൊത്തം താങ്കൾക്ക് ലഭിക്കുന്നു 0.375 ഇഥോറിയം, അതായത് 10,500 rupees. അതിനുശേഷം അപ്പോ ഈ ഇൻകം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മേൽപ്പറഞ്ഞ എല്ലാ ഇൻകം താങ്കൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ ഇൻകവും ലഭിക്കുന്നത്. അങ്ങനെ സ്റ്റാറ്റസ് 2 ശേഷം ഇതേ വ്യക്തികൾ, ഇതേ സ്ട്രക്ചർ സ്റ്റാറ്റസ് 3 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എഗെയിൻ താങ്കൾക്ക് ലഭിക്കുന്നു 0.025 ഫ്രം ഈച്ച് പേഴ്സൺസ്. ദെൻ താങ്കൾക്ക് മൊത്തം ലഭിക്കുന്നു 0.75 ഇഥോറിയം എഗെയിൻ എസ് എ ലെവൽ ഇൻകം, അതായത് about 21,000 rupees. ദെൻ ഇതേ വ്യക്തികൾ, ഇതേ സെയിം സ്ട്രക്ചറിലുള്ള വ്യക്തികൾ എഗെയിൻ സ്റ്റാറ്റസ് 4 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നു 0.1 ഇഥോറിയം. ടോട്ടൽ താങ്കൾക്ക് ലഭിക്കുന്നു 3 ഇഥോറിയം, 84,000 rupees. നമുക്ക് സെയിം പാർട്ട്നേഴ്സ്, അതായത് ഒരേ വ്യക്തികളിൽ നിന്ന് തന്നെ നമുക്ക് 3 പ്രാവശ്യം ലെവൽ ഇൻകം ലഭിച്ചു. അതായത് ടോട്ടൽ നമുക്ക് ലഭിക്കുന്നത് സ്റ്റാറ്റസ് 2 നിന്ന്, ദെൻ സ്റ്റാറ്റസ് 3 നിന്ന്, ദെൻ സ്റ്റാറ്റസ് 4 നിന്ന് മൊത്തം നമുക്ക് ലഭിക്കുന്നു 4.125 ഇഥോറിയം, above 1 lakh rupees. ഈ ലെവൽ ഇൻകം ലഭിക്കുന്നതിനുള്ള മറ്റൊരു പ്രത്യേകത, ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു വ്യക്തി സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്, സ്റ്റാറ്റസ് 1 തന്നെയാണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പാർട്ട്ണറെ പോലും ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ലെവൽ ഇൻകം ലഭിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ സ്ട്രക്ചറിൽ വരുന്ന ആളുകൾ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ ലെവൽ ഇൻകം കിട്ടിയിരിക്കും. ദെൻ നെക്സ്റ്റ് ലെവൽ കോൺട്രിബ്യൂഷൻ ഇൻകം. ഇത് ഒരു സൈക്ലിംഗ് സിസ്റ്റമാണ്. ലെവൽ കോൺട്രിബ്യൂഷൻ ഒരു സൈക്ലിംഗ് സിസ്റ്റമാണ്. ഇത് ആരംഭിക്കുന്നത് ലെവൽ 2 നിന്നാണ്. ഇത് ആരംഭിക്കുന്നത് ലെവൽ 2. ലെവൽ 2 ആ 4 പാർട്ട്നേഴ്സ്, അവരിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ലെവൽ കോൺട്രിബ്യൂഷൻ ആരംഭിച്ചതിന് ശേഷം ലെവൽ 4 വരുന്നു. ലെവൽ 4 വന്നാൽ വീണ്ടും ഈ സിസ്റ്റം താങ്കളെ റീഡയറക്ട് ചെയ്തു കൊണ്ടുപോകുന്നു നമ്മൾ വിട്ടുപോയ ലെവൽ 1 ഇത് ആരംഭിച്ചത് ലെവൽ 2 നിന്നാണ് അല്ലെ. അപ്പൊ നമ്മളെ റീഡയറക്ട് ചെയ്തു കൊണ്ടുപോകുന്നു ലെവൽ 1. അവിടെ നിന്നും ലെവൽ 1, 2, 3 വന്ന് ഇത് അവസാനിക്കുന്നു. ഇതാണ് ഇതിന്റെ സവിശേഷത. പ്ലസ്
ഏത് ലെവൽ കോൺട്രിബ്യൂഷൻ, ഏത് സ്റ്റാറ്റസിൽ നിന്നാണോ താങ്കൾക്ക് ലഭിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, സ്റ്റാറ്റസ് 2-ന്റെ ലെവൽ കോൺട്രിബ്യൂഷൻ ആണ് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ സ്റ്റാറ്റസ് 2 ആയിരിക്കണം, 2 അതിൽ കൂടുതലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ലെവൽ 2-ലുള്ള 4 ബിസിനസ് പാർട്ട്നേഴ്സ് അവർ സ്റ്റാറ്റസ് 2 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ ഇൻകത്തിനോടൊപ്പം ഈ ഇൻകവും താങ്കൾക്ക് ലഭിക്കുന്നു. പെർ ഹെഡ് 0.05, ടോട്ടൽ 0.2 ഇഥോറിയം, above 5,000 rupees. സെക്കൻഡ് അപ്ലൈ. ഓക്കെ, താങ്കളുടെ രണ്ടാമത്തെ ലെവൽ. ദെൻ നെക്സ്റ്റ് ലെവൽ കോൺട്രിബ്യൂഷൻ, താങ്കളുടെ മൂന്നാമത്തെ ലെവലിലുള്ള വ്യക്തികൾ സ്റ്റാറ്റസ് 3 ആകുമ്പോൾ മറ്റുള്ള എല്ലാ ഇൻകത്തിനോടൊപ്പം താങ്കൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നു 0.1 ഇഥോറിയം, ടോട്ടൽ താങ്കൾക്ക് ലഭിക്കുന്നു 0.8 ഇഥോറിയം, above 22,000 rupees. ഇത് ലഭിക്കുന്നത് മൂന്നാമത്തെ അപ്ലൈൻ, സ്ട്രക്ചറിന്റെ മൂന്നാമത്തെ അപ്ലൈൻ. ദെൻ നെക്സ്റ്റ്, താങ്കളുടെ ലെവൽ 4-ലുള്ള 16 പാർട്ട്നേഴ്സ് അവർ സ്റ്റാറ്റസ് 4 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നു 0.4 ഇഥോറിയം, ടോട്ടൽ താങ്കൾക്ക് ലഭിക്കുന്നു 6.4 ഇഥോറിയം, above 1,79,000 rupees. നമ്മൾ ലെവൽ 4 വരെ വന്നു. ഇനി സിസ്റ്റം താങ്കളെ റീഡയറക്റ്റ് ചെയ്യുന്നു ലെവൽ 1-ലേക്ക്. അവിടെയുള്ളത് നമ്മുടെ 2 ബിസിനസ് പാർട്ട്നേഴ്സ്, ലെവൽ 1 അല്ലെ. ആ ബിസിനസ് പാർട്ട്നേഴ്സ് സ്റ്റാറ്റസ് 5 ആകുമ്പോൾ താങ്കൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നു 3 ഇഥോറിയം, ടോട്ടൽ 6 ഇഥോറിയം, 6 ഇഥോറിയം, above 1,60,000 rupees. Then ലെവൽ 2 അവിടെയുള്ള നമ്മുടെ 4 ബിസിനസ് പാർട്ട്നേഴ്സ് അവർ സ്റ്റാറ്റസ് 6 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ ഇൻകത്തിനോടൊപ്പം താങ്കൾക്ക് ലഭിക്കുന്നു ഒരു വ്യക്തിയിൽ നിന്നും 5 ഇഥോറിയം, 5 ഇഥോറിയം, ടോട്ടൽ താങ്കൾക്ക് ലഭിക്കുന്നു 20 ഇഥോറിയം, above 5,50,000 rupees. Then ലാസ്റ്റ് സ്റ്റേജ് ലെവൽ 3, അവിടെയുള്ള നമ്മുടെ 8 ബിസിനസ് പാർട്ട്നേഴ്സ് അവർ സ്റ്റാറ്റസ് 7 ആകുമ്പോൾ മറ്റുള്ള എല്ലാ ഇൻകത്തിനോടൊപ്പം തന്നെ, ഈ ലെവലിന്റെ പ്രത്യേകത താങ്കളുടെ ഡയറക്ട് റെഫറൽ ആയിരിക്കാം, സ്പിൽ ഓവർ വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം, താങ്കളുടെ ഡയറക്ട് റെഫറൽസ് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, താങ്കൾക്ക് ലഭിച്ചിരിക്കും ഒരു വ്യക്തിയിൽ നിന്നും 8 ഇഥോറിയം, മൊത്തം താങ്കൾക്ക് ലഭിക്കുന്നു 64 ഇഥോറിയം, above 17,92,000 rupees. തേർഡ് അപ്ലൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ കോൺട്രിബ്യൂഷൻ. ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഏത് സ്റ്റാറ്റസിന്റെ ലെവൽ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്, ആ സ്റ്റാറ്റസിന് തുല്യമായിരിക്കണം നമ്മുടെ ലെവൽ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം. നമുക്ക് അതിന് മുന്നേ ടോട്ടൽ ലെവൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും? സ്റ്റാറ്റസ് 2 0.2, സ്റ്റാറ്റസ് 3 0.8, സ്റ്റാറ്റസ് 4 6.4, സ്റ്റാറ്റസ് 5 6, സ്റ്റാറ്റസ് 6 20, സ്റ്റാറ്റസ് 7 64, ടോട്ടൽ നമുക്ക് ലഭിക്കുന്നു 97.4 ഇഥോറിയം, ഈക്വൽ ടു 27,27,200 rupees only from level contribution. Then next, നമ്മൾ കാത്തിരിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക്. ഇപ്പൊ പലരും മനസ്സിലുണ്ടാവും ഫാസ്റ്റ് ട്രാക്ക് വരുന്നു എന്ന് പറഞ്ഞു അല്ലെ. വരും, വരാതിരിക്കില്ല, ആ നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് അതിലേക്ക് എത്തി നോക്കാം. ഫാസ്റ്റ് ട്രാക്ക് ഇൻകം ഇതൊരു ഗ്ലോബൽ സിംഗിൾ ലൈൻ ആണ്. ഇതിന്റെ പ്രത്യേകത, ഈ ഇൻകം, ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആർക്കും പ്രവേശനമില്ല. നമ്മുടെ മദർ പ്ലാൻ, അതായത് ഞാൻ വിവരിച്ച ആ മേൽ പറഞ്ഞ ആ പ്ലാനിൽ ഒരു അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം, നമ്പർ 1 കണ്ടീഷൻ. പ്ലസ് ആ അക്കൗണ്ടിന്റെ സ്റ്റാറ്റസ് 2 ആയിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ആ ഇൻകം ഓപ്പർച്യൂണിറ്റിയിലേക്ക് പ്രവേശനമുള്ളൂ. ഞാൻ പറഞ്ഞു സ്റ്റാറ്റസ് 2 ആകണമെങ്കിൽ നമ്മൾ ആരെയും റെഫർ ചെയ്യണമെന്നില്ല, നമുക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടും സ്റ്റാറ്റസ് 2 ആകാം. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികൾ ഫാസ്റ്റ് ട്രാക്ക് ലോഞ്ച് ആകുന്ന, അത് ലൈവ് ലോഞ്ചിങ് ആണ്. അവിടെ അപ്ലൈനോ ഡൗൺലൈനോ ടീമൊന്നുമില്ല, ഗ്ലോബൽ സ്ട്രക്ചർ ആണ് അവിടെ. ആ ലോഞ്ച് ആകുന്ന ആ നിമിഷം 0.13 ഇഥോറിയം പേ ചെയ്താൽ ആ ഫാസ്റ്റ് ട്രാക്കിൽ നമുക്കൊരു പൊസിഷൻ ലഭിക്കും. അങ്ങനെ ആ ഫാസ്റ്റ് ട്രാക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ
നമുക്ക് രണ്ട് ഇൻകം അവിടെ നിന്ന് ലഭിക്കുന്നു. ഒന്ന് QR50, ക്വിക്ക് റിട്ടേൺ 50%. ക്വിക്ക് റിട്ടേൺ 50% മീൻസ് താങ്കൾ വന്നതിന് ശേഷം, ഫാസ്റ്റ് ട്രാക്കിൽ താങ്കൾ പ്രവേശിച്ചതിന് ശേഷം എവിടെ നിന്നെങ്കിലും ഒരു വ്യക്തി വന്നാൽ താങ്കൾ മുടക്കിയ 0.13യുടെ 50% താങ്കൾക്ക് ഉടനടി ലഭിക്കുന്നു. QR50, ക്വിക്ക് റിട്ടേൺ 50%. ദെൻ രണ്ടാമത്തെ ഇൻകം റീബർത്ത് ഇൻകം. റീബർത്ത് ഇൻകം ലഭിക്കുന്നത് നമുക്ക് ഒന്ന് അടുത്ത സ്ലൈഡിലെ സ്ട്രക്ചർ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്ലൈഡിലേക്ക് പോകാം. ആദ്യം QR50 ഞാൻ പറഞ്ഞത് സിംഗിൾ ലൈൻ. താങ്കൾ വന്നു, താങ്കൾ പേ ചെയ്യുന്നു താങ്കളുടെ അപ്ലൈന്, അദ്ദേഹത്തിന് റീബർത്ത് കിട്ടുന്നു. അതിനുശേഷം പുറമേ നിന്ന്, വെളിയിൽ നിന്ന് ഒരു പുതിയ ഒരു ID വരുന്നു. നമ്പർ 1 ഫസ്റ്റ് ന്യൂ ID. ഈ ID വന്നു കഴിഞ്ഞാൽ ഈ ID താങ്കൾക്ക് QR തരുന്നു. മീൻസ് ക്വിക്ക് റിട്ടേൺ 50%. 0.13യുടെ 50%, 0.065. വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ താങ്കൾക്ക് അത് ലഭിക്കും. ഓക്കെ, അതിനുശേഷം റീബർത്ത് വരുന്നു. ദെൻ സെക്കൻഡ് ID വരുന്നു. നാച്ചുറലി സെക്കൻഡ് ID ആർക്ക് കൊടുക്കും? ആദ്യത്തെ ഫസ്റ്റ് ന്യൂ IDക്ക് കൊടുക്കും, QR50. ദെൻ റീബർത്ത് വരുന്നു. ദെൻ മൂന്നാമത്തെ ID വരുന്നു. ആ മൂന്നാമത്തെ ID ആർക്ക് കൊടുക്കും? രണ്ടാമത്തെ IDക്ക് കൊടുക്കും അല്ലെ? മൂന്നാമത്തെ ID രണ്ടാമത് വന്ന IDക്ക് കൊടുക്കും. ഇതാണ് QR50. ഇനി നെക്സ്റ്റ് QR50 നമുക്ക് ലഭിക്കുന്നു 50% റിട്ടേൺ. ഓക്കെ, അപ്പം തന്നെ നമുക്ക് അവിടുന്ന് QR50 നമ്മുടെ 0.065, അതായത് നമുക്ക് 1993 രൂപയുടെ ഈക്വൽ ആയിട്ടുള്ള ഇഥോരിയം ഉടനടി നമുക്ക് തന്നെ തിരികെ ലഭിക്കുന്നു ഒരു അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റീബർത്ത് ഇൻകം. രണ്ടാമത്തെയാണ് റീബർത്ത് ഇൻകം. അവിടെ നമുക്ക് ലഭിക്കുന്നത് 462%. ഓക്കെ, അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അതായത് താങ്കൾക്ക് QR50 തന്ന ID, താങ്കൾക്ക് QR50 തന്നത് ഫസ്റ്റ് ന്യൂ ID ആണ് അല്ലെ? ആ ID വിട്ടുകൊണ്ട് ആ IDയിൽ നിന്നും താങ്കൾക്ക് പേയ്മെന്റ് ലഭിക്കുകയില്ല, റീബർത്ത് ഇൻകം. അതിനുശേഷം വന്ന ID, അതായത് രണ്ടാമത്തെ ID, ആ രണ്ടാമത്തെ IDയിൽ നിന്നും താങ്കൾക്ക് ഫസ്റ്റ് ലഭിക്കുന്നു റീബർത്ത് ഇൻകം 0.01. ഇത് ഒരു 5 ഗ്രൂപ്പിന്റെയാണ്, 05 വെച്ചുകൊണ്ടുള്ള 5 ഗ്രൂപ്പാണ്. അപ്പൊ ആദ്യത്തെ പേയ്മെന്റ് നമുക്ക് ലഭിക്കുന്നു 0.01. ദെൻ അവിടെ വരുന്നു റീബർത്ത്. ദെൻ മൂന്നാമത്തെ ID വന്ന ആ നിമിഷം താങ്കൾക്ക് ലഭിക്കുന്നു 0.01. ദെൻ റീബർത്ത് വരുന്നു. ദെൻ പുതിയ ID വരുന്നു, നാലാമത്തെ ID വരുന്നു, അതിൽ നിന്നും താങ്കൾക്ക് ലഭിക്കുന്നു 0.01. ദെൻ അഞ്ചാമത്തെ ID വരുന്നു, അതിൽ നിന്ന് ലഭിക്കുന്നു 0.01. ദെൻ ആറാമത്തെ ID വരുന്നു 0.01. മൊത്തം താങ്കൾക്ക് ലഭിക്കുന്നു 0.05 ഇതുവരെ. INR നോക്കുകയാണെങ്കിൽ 1486 റുപ്പീസിന്റെ വാല്യൂ ഉള്ള ഇതുവരെയും. അങ്ങനെ താങ്കൾക്ക് റീബർത്ത് ഇൻകം 0.05 വെച്ചുകൊണ്ട് 12 തവണ ലഭിക്കുന്നു. എത്ര തവണ? 12 തവണ 0.05. അപ്പൊ താങ്കൾക്ക് ലഭിക്കുന്നു മൊത്തം റീബർത്ത് ഇൻകം 12 ഗുണം 0.05 മീൻസ് 0.6 ഇഥോരിയം. 0.6 ഇഥോരിയം എന്ന് പറഞ്ഞാൽ 17,840 രൂപയുടെ വാല്യൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മൾ ചെലവഴിക്കുന്നത് എത്രയാണ്? 0.13. അതിന്റെ INR വാല്യൂ 3,866. പക്ഷെ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഇൻകം QR50, ദെൻ റീബർത്ത് ഇൻകം 0.6. മൊത്തം നമുക്ക് ലഭിക്കുന്നത് ഒരു അക്കൗണ്ടിൽ നിന്നും 0.665, അതായത് 19,775 രൂപയ്ക്ക് വാല്യൂ ഉള്ള ഇഥോരിയം. നമ്മളവിടെ മുടക്കിയതോ വെറും 0.13, അതായത് നിയർ അബൌട്ട് 3,866 റുപ്പീസ്. നമുക്ക് ലഭിക്കുന്നു 19,775, 512% റിട്ടേൺ. ഇനി അക്കൗണ്ട് പ്രകാരം, നമ്മുടെ സ്റ്റാറ്റസ് പ്രകാരം, അതായത് മിനിമം സ്റ്റാറ്റസ് റിക്വയർഡ് സ്റ്റാറ്റസ് 2 ആണ്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് അവിടെ 4 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോ നേരത്തെ കാണിച്ചത് ഒരു അക്കൗണ്ടാണ്. അങ്ങനെ 4 അക്കൗണ്ടുകൾ മാക്സിമം അവിടെ ഓപ്പൺ ചെയ്യാം. ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഒരുമിച്ച് 4 അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് വേണമെങ്കിൽ 1 ഓപ്പൺ ചെയ്യാം. അതിൽ നിന്ന് ലാഭം കിട്ടിയാൽ നമുക്ക് 2ലേക്ക് പോകാം, ദെൻ 3ലേക്ക് പോകാം, 4ലേക്ക് പോകാം. ഓക്കെ, അതായത് താങ്കൾക്ക് തന്നെ താങ്കളുടെ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാം, ഇഥോരിയം സമ്പാദിക്കാം.
ഇവിടെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നുമില്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ 4 എൻട്രീസ് അവിടെ അടിച്ചു. ഇനിയും ഫാസ്റ്റ് ട്രാക്കിലേക്ക് പൊസിഷൻ എടുക്കണമെങ്കിൽ താങ്കൾ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യണം. താങ്കൾ സ്റ്റാറ്റസ് 3 ആകണം. സ്റ്റാറ്റസ് 3 ആകുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മൾ അവിടെ നാച്ചുറലി ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോ പോളിംഗത്തിലേക്ക് എലിജിബിൾ ആകുന്നു. മീൻസ് താങ്കൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് ലീഡർഷിപ്പ് ബോണസ് കിട്ടുന്നു. അതേമാതിരി തന്നെ സ്ട്രക്ചറിലുള്ള ആളുകൾക്ക് ലെവൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നു, LC കിട്ടുന്നു, ലെവൽ ഇൻകം കിട്ടുന്നു. 4 അപ്ലയൻസിന് ലെവൽ ഇൻകം കിട്ടുന്നു. ഒരു സ്റ്റാറ്റസ് അപ്ഗ്രേഡേഷൻ പ്ലസ് സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്ത വ്യക്തി ഓട്ടോ പൂളിലേക്ക് പോകുന്നു, ഓട്ടോ പൂൾ ലഭിക്കുന്നു. പ്ലസ് അദ്ദേഹത്തിന് ഫാസ്റ്റ് ട്രാക്കിൽ വീണ്ടും 8 പൊസിഷൻസ് എടുക്കാം. 8 പൊസിഷൻസ്, അതും ഡിപ്പെൻഡ് അപ്പോൺ യുവർ ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞു താങ്കൾക്ക് തന്നെ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതേ പ്രകാരം സ്റ്റാറ്റസ് 4 ആയാൽ വീണ്ടും 15 എൻട്രീസ്, സ്റ്റാറ്റസ് 5 ആയാൽ വീണ്ടും 28 എൻട്രീസ്, സ്റ്റാറ്റസ് 6 ആയാൽ വീണ്ടും 32 എൻട്രീസ്, സ്റ്റാറ്റസ് 7 ആയാൽ വീണ്ടും 35 എൻട്രി. മൊത്തം അവിടെ 122 എൻട്രി നമുക്കൊരു റൗണ്ടിൽ എടുക്കാം. അതിന് വരുന്ന നമ്മുടെ എമൗണ്ട് 15.86 ഇതോറിയം ആണെങ്കിൽ നമുക്ക് തിരികെ ലഭിക്കുന്നു 81.13 ഇതോറിയം, അതായത് 512% റിട്ടേൺ. സ്റ്റാറ്റസ് പ്രകാരം നമുക്ക് അവിടെ പൊസിഷൻസ് എടുക്കാം. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇൻകം എത്ര കണ്ട് എടുക്കാം? എത്ര തരത്തിലുള്ള ഇൻകം ആണ് അല്ലെ? ഞാൻ സ്വതവേ പറയാറുണ്ട്, ഈ ട്രസ്റ്റ് മണി ETM ഈസ് ഈക്വൽ ടു ATM. ഇതൊരു ATM ആണ്. ATM അതായത് ഞാൻ പറഞ്ഞത് കണ്ട ബൈനറി ആണെന്ന് തോന്നുന്നു. ഇല്ല കേട്ടോ, ഒരാളെ കൊണ്ടുവന്നു, നമ്മൾ ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇൻകം റെഫറൽ ഇൻകം ഞാൻ പറഞ്ഞു 85% അല്ലെ? ബൈനറി ആകുമ്പോൾ മാച്ചിങ് വേണ്ട, അത് ഞാൻ പറഞ്ഞ സ്ട്രക്ചർ കാണുമ്പോൾ തെറ്റിദ്ധരിക്കും. ഇനി നെക്സ്റ്റ്, ഇതേ വ്യക്തി സ്റ്റാറ്റസ് 2 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? താങ്കളാണ് സ്പോൺസർ, താങ്കൾക്ക് LB ലഭിക്കുന്നു. LB മീൻസ് ലീഡർഷിപ്പ് ബോണസ് ഫ്രം സ്റ്റാറ്റസ് 2. അതിനുശേഷം LB ഫ്രം സ്റ്റാറ്റസ് 3, then from status 4, then from status 5, then from status 6 and LB from status 7. ഇപ്പൊ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് എത്ര തവണ ഇൻകം കിട്ടി? 7 times. ഒരു വ്യക്തിയിൽ നിന്ന്, ഒരൊറ്റ വ്യക്തി. then കഴിഞ്ഞോ? ഇല്ല. then level contribution from status 2, LC from status 3 and from status 4, 5, 6 and LC from status 7. 13 ഇൻകം കഴിഞ്ഞോ? ഇല്ല. ലെവൽ ഇൻകം നമ്മൾ മറക്കണ്ട, ഒരാളെ പോലും ഇൻവൈറ്റ് ചെയ്തില്ല. സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നു ലെവൽ ഇൻകം ഫ്രം സ്റ്റാറ്റസ് 2, ലെവൽ ഇൻകം ഫ്രം സ്റ്റാറ്റസ് 3 ആൻഡ് ലെവൽ ഇൻകം ഫ്രം സ്റ്റാറ്റസ് 4. ദെൻ നമ്മൾ നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെലവഴിച്ചതിൽ കൂടുതലായിക്കൊണ്ട് തിരികെ വരുന്നു ഫ്രം ഓട്ടോപോൾ ഇൻകം ഓൺ സ്റ്റാറ്റസ് 2, status 3, status 4, status 5, status 6 and autopool income on status 7. 22 type of income. കഴിഞ്ഞോ? ഇല്ല. ഇനി ഞാൻ പറഞ്ഞു അവിടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. അത് ഓപ്ഷനാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. അതൊരു ഓപ്ഷനാണ് കേട്ടോ. അങ്ങനെ പങ്കെടുത്തൊരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് വീണ്ടും ലഭിക്കുന്നു 23ാമത്തെ ഇൻകം. 429 അല്ല, അത് പഴയതാണ്. 512% റിട്ടേൺ ബാക്ക്, അതായത് മൊത്തം 23 തരം ഇൻകം. അതാ ഞാൻ പറഞ്ഞ ഇന്ന് ലോകത്തിൽ ഒരു പ്ലാറ്റ്ഫോമും ഇത്ര വാസ്റ്റ് ആയിട്ടുള്ള ഇൻകം ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. തന്നെയുമല്ല നമ്മുടെ ഈ സിസ്റ്റം, ഇതിന്റെ മറ്റൊരു സവിശേഷത നോ റിന്യൂവൽ, നോ എക്സ്പയറി, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഒരു റിന്യൂവൽ ഇല്ല. താങ്കൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അത് എക്സ്പയറി ആകുന്നില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഡീസെൻട്രലൈസേഷൻ, നമ്മൾ സുരക്ഷിതരാണ്. പ്ലസ് താങ്കൾ ഇവിടെ സ്വതന്ത്രരുമാണ്. താങ്കൾക്ക് തന്നെ താങ്കളുടെ ബഡ്ജറ്റ് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം, വർക്ക് ചെയ്യാം, ബിസിനസ് ചെയ്യാം. അങ്ങനെയുള്ള ഈ ട്രസ്റ്റ് ഡോട്ട് മണി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ബിസിനസ്സിലേക്ക് താങ്കളെ ഏവരെയും ഞാൻ വൺസ് അഗെയിൻ സ്വാഗതം ചെയ്യുന്നു. ഇനി മറ്റൊരു സവിശേഷം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സൂം കോൾ ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലഘട്ടം കോവിഡിനെ ഭയക്കണം, ജാഗ്രത വേണം. നിയമപരമായ തടസ്സങ്ങളുണ്ട് നമുക്ക് വെളിയിൽ പോകാൻ, അതനുസരിക്കണം. ലൈഫ് റിസ്ക് ആണ്.
അപ്പോൾ നമ്മൾ എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കും? എങ്ങനെ നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യും? അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? എങ്ങനെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കും? തന്നെയുമല്ല, പലർക്കും പ്ലാൻ മനസ്സിലുണ്ടായിരിക്കും, പുറത്തു വരില്ല. ഒരാൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് നമുക്ക് പല പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ വിഷമതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസ്, വിഷമതകൾ, അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ നമ്മുടെ സൂം കോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം താങ്കൾ ആർക്കും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണമെന്നില്ല. താങ്കൾ ജസ്റ്റ് ടിപ്സ് കൊടുക്കുക നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച്. അവരോട് ചോദിക്കുക, താങ്കൾ ഇൻകം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ സൂം കോളിൽ വരിക. താങ്കൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവിടെ താങ്കൾക്ക് ഷെയർ ചെയ്യാം. താങ്കളുടെ വർക്കുകൾ ഇത്രയോ താങ്കൾ പറയണ്ടോ? താങ്കളുടെ കൂട്ടുകാരെ, ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ താങ്കൾ സൂം കോളിലേക്ക് കൊണ്ടുവരിക. താങ്കൾക്ക് ഞാൻ എങ്ങനെയാണോ ഈ ബിസിനസ് അവയർനെസ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്തത്, അതേമാതിരി തന്നെ അദ്ദേഹത്തിന് ഞാൻ ഈ ബിസിനസ് പ്രസന്റേഷൻ ചെയ്യും. ഇതിനുശേഷം നമ്മുടെ ഡിസ്കഷൻ, ഇപ്പോൾ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ട്, അതിനുശേഷം ഡിസ്കഷൻസ് ഉണ്ട്. അവിടെ അദ്ദേഹത്തിന് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. നമ്മുടെ സൂം കോൾ ആഴ്ചയിൽ 3 ദിവസമുണ്ട്. ഏതാണോ അദ്ദേഹത്തിന് സൂട്ടബിൾ ആകുന്നത് അദ്ദേഹത്തെ ഈ സൂം കോളിലേക്ക് കൊണ്ടുവരിക. ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം.